മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കാണാതായതും മാസങ്ങൾ നീണ്ട അജ്ഞാതവാസത്തിന് ശേഷം അദ്ദേഹം RSS വേദിയിൽ പ്രത്യക്ഷപ്പെട്ടതും രാജ്യം കണ്ടതാണ്. അന്ന് ധൻഖറിന് സംഭവിച്ച അതേ ദുരൂഹതകൾ ഇപ്പോൾ BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമിയുടെ കാര്യത്തിലും ആവർത്തിക്കുകയാണോ എന്ന സംശയമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പുകയുന്നത്. മോദി സർക്കാരിനെതിരെയും പ്രധാനമന്ത്രിയുടെ വ്യക്തി ജീവിതത്തിന് നേരെയും കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ സുബ്രഹ്മണ്യ സ്വാമിയെ കാണാനില്ലെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജഗ്ദീപ് ധൻഖറിലൂടെ BJP നടപ്പിലാക്കിയ അതേ തിരക്കഥ ഇവിടെയും അരങ്ങേറുകയാണോ എന്ന സംശയമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർത്തുന്നത്. അന്ന് ജഗ്ദീപ് ധൻഖറിന്റെ കാര്യത്തിൽ സംഭവിച്ചത് നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഉപരാഷ്ട്രപതി പദവിയിലിരിക്കെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് അദ്ദേഹം രാജി പ്രഖ്യാപിച്ചത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ നിശ്ചയിച്ചിരുന്ന ഔദ്യോഗിക പരിപാടികൾ പോലും റദ്ദാക്കിക്കൊണ്ടുള്ള ആ രാജി അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. അനാരോഗ്യത്തെ തുടർന്നാണ് രാജി എന്ന് BJPയും കേന്ദ്ര സർക്കാരും അന്ന് ആവർത്തിച്ച് പറഞ്ഞെങ്കിലും വാസ്തവം മറ്റൊന്നായിരുന്നു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന് ധൻഖർ വഴങ്ങാതിരുന്നതോടെയാണ് അദ്ദേഹം മോദിയുടെയും അമിത്ഷായുടെയും ശത്രുപക്ഷത്തായത്. പ്രധാനമന്ത്രിയെ കാണാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും മോദി മുഖം കൊടുത്തില്ല. ഒടുവിൽ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട് നാണം കെട്ട് പുറത്തു പോകേണ്ടി വരുമെന്ന് ഉറപ്പായപ്പോഴാണ് ധൻഖർ രാജിക്ക് തയ്യാറായത്. തുടർന്ന് 4 മാസത്തോളം അദ്ദേഹം എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. പിന്നീട് RSS വേദിയായ ഭോപ്പാലിലാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. ആരോഗ്യവാനായി കാണപ്പെട്ട ധൻഖർ BJPയേക്കാൾ ശക്തമായ RSS എന്ന സംഘടനയുടെ തണലിലാണ് അന്ന് പുറത്തു വന്നത്. സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ കാര്യത്തിലും കാണാൻ സാധിക്കുന്നത്. എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിൽ പ്രധാനമന്ത്രി മോദിക്കെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയതിന് പിന്നാലെയാണ് സ്വാമിയുടെ തിരോധാനം. മോദിയുടെ കൈവശം രാജ്യം സുരക്ഷിതമല്ലെന്നും വിദേശ ഏജൻസികളുടെ കയ്യിലുള്ള ചില ചിത്രങ്ങൾ പുറത്തു വന്നാൽ അദ്ദേഹം പ്രതിസന്ധിയിലാകുമെന്നും സ്വാമി തുറന്നടിച്ചിരുന്നു. ഈ അഭിമുഖത്തിന് പിന്നാലെ സ്വാമിയിട്ട ട്വീറ്റ് നിമിഷങ്ങൾക്കകം ഡിലീറ്റ് ചെയ്യപ്പെടുകയും അദ്ദേഹം അപ്രത്യക്ഷനാവുകയും ചെയ്തു. മാസങ്ങളോളം ധൻഖറിനെ നിശബ്ദരാക്കിയതുപോലെ സുബ്രഹ്മണ്യ സ്വാമിയെയും ഇപ്പോൾ എവിടെയോ വീട്ടുതടങ്കലിൽ ആക്കിയിരിക്കുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വേട്ടയാടാൻ സ്വാമി ആയുധമാക്കിയ നാഷണൽ ഹെറാൾഡ് കേസ് കോടതി തള്ളിക്കളഞ്ഞപ്പോൾ പോലും സ്വാമി പ്രതികരിച്ചില്ല എന്നത് വലിയ ദുരൂഹതയാണ്. താൻ ഉടുമ്പ് പിടുത്തം പോലെ പിടിച്ചിരുന്ന കേസ് തോറ്റിട്ടും സ്വാമി മൗനം പാലിക്കുന്നത് സാധാരണഗതിയിൽ അവിശ്വസനീയമാണ്. മാധ്യമപ്രവർത്തകൻ അവേഷ് തിവാരി തന്നെ ചോദിക്കുന്നത് സ്വാമിയും ഇപ്പോൾ ധൻഖറിനെ പോലെ അജ്ഞാതവാസത്തിലാണോ എന്നാണ്. വിമർശിക്കുന്നവരെ വെട്ടിനിരത്തുക എന്നത് മോദിയുടെ ഗുജറാത്ത് കാലം മുതലുള്ള രീതിയാണ്. ഹരേൻ പാണ്ഡ്യയെയും പ്രവീൺ തൊഗാഡിയെയും ഒതുക്കിയതുപോലെ സത്യപാൽ മാലിക്കിനെ വേട്ടയാടിയതുപോലെ ഇപ്പോൾ സ്വാമിയും ആ പട്ടികയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം പാളയത്തിനുള്ളിൽ മോദിയുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുന്നവർക്ക് എന്തും സംഭവിക്കുമെന്നതിന്റെ നേർക്കാഴ്ചയാണിത്. ധൻഖറിനെ മാസങ്ങളോളം അജ്ഞാത കേന്ദ്രത്തിൽ പാർപ്പിക്കാൻ കഴിഞ്ഞ BJPക്ക് സ്വാമിയെ നിശബ്ദനാക്കുക എന്നത് നിസ്സാര കാര്യമാണ്. ഗുജറാത്തിൽ പ്രവീൺ തൊഗാഡിയെ പോലൊരു മുതിർന്ന നേതാവ് മോദിയുമായി ഉടക്കിയപ്പോൾ താൻ കൊല്ലപ്പെട്ടേക്കാമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ കരഞ്ഞു പറഞ്ഞത് നാം മറന്നിട്ടില്ല. ഇന്ന് തൊഗാഡിയ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. ഹിരൺ പാണ്ഡ്യയുടെ കാര്യം അതിലും ഭീകരമായിരുന്നു. മോദിക്കെതിരെ മൊഴി നൽകാൻ തയ്യാറായ പാണ്ഡ്യ പട്ടാപ്പകൽ വെടിയേറ്റ് മരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് മോദിയുടെ മുഖത്ത് നോക്കി ആരോപണം ഉന്നയിച്ചത് ഇന്നും മാധ്യമ ചരിത്രത്തിലുണ്ട്. ഇത്തരത്തിൽ വിയോജിക്കുന്നവരെ അടിച്ചമർത്തുന്ന ഗുജറാത്ത് മോഡൽ ഭരണമാണ് ഇപ്പോൾ സ്വാമിക്ക് നേരെയും പ്രയോഗിക്കപ്പെടുന്നത് എന്ന് ഉറപ്പാണ്. ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് തലവേദനയാകുന്ന രഹസ്യങ്ങൾ വായ തുറന്ന് പറഞ്ഞതാണ് സ്വാമിക്ക് വിനയായത്. ധൻഖറിനെ RSS ഇടപെട്ട് പുറത്തു കൊണ്ടുവന്നതുപോലെ ആരെങ്കിലും സ്വാമിയുടെ കാര്യത്തിലും ഇടപെടാൻ വരുമോ അതോ അദ്ദേഹം വിദേശത്തേക്ക് കടന്നോ എന്നത് ഇനിയും വ്യക്തമല്ല. ജനാധിപത്യം ചോദ്യം ചെയ്യപ്പെടുകയും ചോദ്യങ്ങൾ ചോദിക്കുന്നവർ അപ്രത്യക്ഷരാവുകയും ചെയ്യുന്ന ഈ അപകടകരമായ സാഹചര്യം രാജ്യം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. കള്ളക്കേസുകളിലൂടെ പ്രതിപക്ഷത്തെ തളർത്താൻ നോക്കിയവർ ഇപ്പോൾ സ്വന്തം പാളയത്തിലെ തിരുത്തൽ ശക്തികളെയും ഇല്ലാതാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സ്വാമിയുടെ തിരോധാനത്തിൽ ആഭ്യന്തര മന്ത്രാലയം എന്ത് മറുപടിയാണ് നൽകാൻ പോകുന്നതെന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്. സത്യങ്ങൾ വിളിച്ചു പറയുന്നവർക്ക് ഇതാണ് വിധിയെങ്കിൽ ഇവിടെ ജനാധിപത്യം അർത്ഥശൂന്യമാവുകയാണ്. BJPക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ രാജ്യത്തിന്റെ ഭരണത്തെ ബാധിക്കുമ്പോൾ നിശബ്ദരാക്കപ്പെടുന്നത് സുബ്രഹ്മണ്യ സ്വാമിയെ പോലെയുള്ള മുതിർന്ന ശബ്ദങ്ങളാണ്. ഈ ഭയത്തിന്റെ രാഷ്ട്രീയം എത്ര കാലം തുടരുമെന്നത് ജനാധിപത്യ വിശ്വാസികളെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്.